ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ത്യയും അർമേനിയയും തമ്മിലുള്ള സൈനിക പ്രതിരോധ സഹകരണത്തെക്കുറിച്ച് ഒന്നിൽ കൂടുതൽ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഈ മേഖലയിൽ ഇരു രാജ്യങ്ങളും വളരെ ശക്തമായിട്ടുള്ള സഹകരണവും ബന്ധവും വർദ്ധിപ്പിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. അർമേനിയയെ സംബന്ധിച്ച് ഇന്ത്യയുമായിട്ടുള്ള സഹകരണം ഏത് രീതിയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാകിസ്ഥാന് ചൈന എങ്ങനെയാണോ അതുപോലെ തന്നെ അർമീനിയക്ക് ഇപ്പോൾ ഇന്ത്യ ആയി മാറിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ, നമുക്കറിയാം, പാകിസ്ഥാന്റെ ഏകദേശം 80% ആയുധങ്ങൾ നൽകുന്നത് ചൈനയാണ്. അല്ലെങ്കിൽ പാകിസ്ഥാൻ അവരുടെ പ്രതിരോധ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ആയുധങ്ങൾ 80% കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ വാങ്ങുന്നത് ചൈനയിൽ നിന്നാണ്. അതുപോലെ തന്നെ അർമീനിയ എന്ന് പറയുന്ന രാജ്യം, സൗത്ത് കോക്കസസ് റീജിയനിലുള്ള അർമീനിയ എന്ന് പറയുന്ന രാജ്യം ഇപ്പോൾ ഇന്ത്യയെ അവരുടെ ആയുധ ആവശ്യങ്ങൾക്ക് വേണ്ടി, വെപ്പൺസിന് വേണ്ടി ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു രാജ്യം ആയിട്ട് ഇന്ത്യ മാറിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അർമീനിയക്ക് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ കൊടുക്കുന്ന രാജ്യമായിട്ട് ഇന്ത്യ മാറിയിട്ടുണ്ട്. ഇന്ത്യയുടെ ഡിഫൻസ് എക്സ്പോർട്ടിന്റെ നല്ലൊരു ശതമാനവും അർമീനിയ എന്ന് പറയുന്ന രാജ്യത്തേക്കാണ് പോകുന്നത്. അപ്പൊ ഇവിടെ ഈ പറഞ്ഞ റീജിയനില് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രതിരോധ മേഖലയിൽ ഒരു റീഅലൈൻമെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അർമീനിയ എന്ന് പറയുന്ന രാജ്യം വളരെ കാലമായിട്ട് റഷ്യയായിരുന്നു അവരുടെ ആയുധങ്ങൾക്ക് വേണ്ടി ആശ്രയിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ റഷ്യയിൽ നിന്ന് അവർ ആയുധങ്ങൾ വാങ്ങിക്കുന്നത് പൂർണ്ണമായിട്ടും നിർത്തിയിട്ടുണ്ട്. ആ സ്ഥാനത്തേക്ക് ഇന്ത്യ, അതുപോലെ തന്നെ ഫ്രാൻസ് ഇതുപോലുള്ള രാജ്യങ്ങളാണ് ഇപ്പോൾ ഈ അർമേനിയക്ക് ഡിഫൻസ് സപ്ലൈസ് അല്ലെങ്കിൽ ഡിഫൻസ് എക്യുപ്മെന്റ്സ് സപ്ലൈ ചെയ്യുന്ന രണ്ട് രാജ്യങ്ങളായിട്ട് നിലനിൽക്കുന്നത്. അവരുടെ മോസ്കോ അല്ലെങ്കിൽ റഷ്യയെ ആശ്രയിക്കുന്ന ഒരു അവസ്ഥ ഇപ്പോൾ പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ മിലിറ്ററി പാർട്ണർഷിപ്പിലൊക്കെ തന്നെ അർമീനിയ എന്ന് പറയുന്ന രാജ്യത്തിന്റെ മിലിറ്ററി പാർട്ണർഷിപ്പിൽ ഇപ്പോൾ ഒരു പൂർണ്ണമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്കൊരു കൃത്യമായിട്ടുള്ള റീഓറിയന്റേഷൻ അല്ലെങ്കിൽ റീഅലൈൻമെന്റ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നു. അപ്പൊ അത് തീർച്ചയായിട്ടും നിലനിന്നിരുന്ന റീജിയണൽ ബാലൻസ് എന്ന് പറയുന്നത്, ആ റീജിയണൽ ബാലൻസ് ഓഫ് പവറിനെ തന്നെ നേരത്തെ ദീർഘകാലമായിട്ട് മാറ്റമില്ലാതെ തുടരുന്ന ആ ഒരു റീജിയണൽ ബാലൻസിനെ ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരു ദശാബ്ദക്കാലത്തിന് മുമ്പ് വരെ അർമീനിയയുടെ 90% മുകളിലും ആയുധങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് അല്ലെങ്കിൽ വാങ്ങിക്കൊണ്ടിരുന്നത് റഷ്യയിൽ നിന്നായിരുന്നു. അത് തീർച്ചയായിട്ടും ഈ കഴിഞ്ഞൊരു ദശാബ്ദ കാലഘട്ടത്തിൽ റഷ്യ അർമീനിയക്ക് ആയുധം കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ അർമേനിയ റഷ്യയിൽ നിന്ന് ആയുധം വാങ്ങിക്കുന്നത് കുറച്ച് ഉണ്ടെന്ന് ഇപ്പോൾ തീർച്ചയായിട്ടും നമുക്കത് പൂർണ്ണമായിട്ടും ഒരു ഒട്ടും തന്നെ ഇല്ല എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ അവർ തമ്മിലുള്ള റിലേഷൻസ്, അർമീനിയയും റഷ്യയും തമ്മിലുള്ള റിലേഷൻസ് ഏകദേശം 10% താഴെ ഉണ്ട്. അത് കൃത്യമായിട്ട് നമുക്കറിയില്ല. 10% താഴെ എന്ന് പറയുമ്പോൾ വളരെ നാമമാത്രമായിട്ടുള്ള രീതിയിൽ മാത്രമേ റഷ്യയെ അവരെ ആശ്രയിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ റഷ്യയിൽ നിന്ന് ഒരു ആയുധങ്ങൾ വാങ്ങിക്കുന്നുള്ളൂ. അതിന്റെ സ്ഥാനത്ത് ഇപ്പോൾ ഇന്ത്യയും ഫ്രാൻസുമാണ് ഈ പറഞ്ഞ അർമേനിയയുമായിട്ട് ഏറ്റവും കൂടുതൽ സൈനിക പ്രതിരോധ സഹകരണവും ഉള്ളതും അവർക്ക് ആയുധങ്ങൾ കൊടുക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട രാജ്യങ്ങളായിട്ട് മാറിയിരിക്കുന്നു. നമുക്കറിയാം, അർമീനിയ അസർബൈജാനും തമ്മിൽ വളരെ ഇന്ത്യ പാകിസ്ഥാൻ പോലെ തന്നെ പ്രശ്നങ്ങൾ ഉള്ള രണ്ട് രാജ്യങ്ങളാണ്. അസർബൈജാന്റെ ഭാഗത്ത് പാകിസ്ഥാനും ടർക്കിയും ഇസ്രയേലും ഒക്കെ തന്നെ അണിനിരക്കുന്നുണ്ട് അവർക്ക് ആയുധങ്ങൾ കൊടുക്കാൻ വേണ്ടി. ഇതിനകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വൈരുദ്ധ്യമല്ല, ഇതിനകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ഇന്ത്യ അർമീനിയയെ ഹെൽപ്പ് ചെയ്യുമ്പോൾ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള ഇസ്രായേൽ അസർബൈജാനാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ നമുക്കറിയാം വളരെ സൈനികരമായിട്ടുള്ള പ്രതിരോധ മേഖലയിൽ ബന്ധം വളരെ ആഴത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ എന്ന് വെച്ചാൽ വളരെ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെയുള്ളൊരു യാഥാർത്ഥ്യത്തിന്റെ വെളിച്ചത്തിലും ഇരു രാജ്യങ്ങളും ഈ പറഞ്ഞ രണ്ട് രാജ്യങ്ങളെ വ്യത്യസ്തമായിട്ട് സഹായിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രാൻസ് ഈ അടുത്ത സമയത്ത് അർമേനിയയുമായിട്ടുള്ള ഡിഫൻസ് ബന്ധങ്ങൾ അല്ലെങ്കിൽ ടൈസ് ഒക്കെ തന്നെ സ്ട്രെങ്തൻ ചെയ്തിട്ടുണ്ട്. കാരണം ഫ്രാൻസിന്റെ പ്രസിഡന്റ്, പ്രത്യേകിച്ച് നമുക്കറിയാം എമ്മാനുവൽ മക്രോൺ, ഈ പറഞ്ഞ കച്ചവടത്തിന്റെ ഒക്കെ വലിയൊരു ഉസ്താദാണ്. അപ്പൊ പുള്ളിയെ എവിടെല്ലാം ഇതുപോലുള്ള ആയുധങ്ങൾ ഫ്രാൻസിനെ വിൽക്കാൻ സാധിക്കുമോ ആ രാജ്യങ്ങളുമായിട്ടൊക്കെ വളരെ കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജിക് റിലേഷൻസ് ഉണ്ടാക്കിയെടുക്കാൻ ഫ്രാൻസും വളരെ കാരണം യൂറോപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധ വ്യാപാര നടത്തുന്ന ഒരു രാജ്യമാണ് ഫ്രാൻസ് എന്ന് പറഞ്ഞത്. വളരെ അത്യാധുനികമായിട്ടുള്ള ആയുധങ്ങളെല്ലാം തന്നെ നമുക്കറിയാം. പിന്നെ റഫേൽ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട വെപ്പൺ സിസ്റ്റംസ് ഒക്കെ തന്നെ, ടെക്നോളജിക്കലി സുപ്പീരിയർ ആയിട്ടുള്ള വെപ്പൺ സിസ്റ്റംസ് ഒക്കെ തന്നെ നിർമ്മിക്കുകയും ഗ്ലോബൽ ആംസ് മാർക്കറ്റിൽ ഇപ്പോൾ റഷ്യക്ക് മുകളിൽ നിൽക്കുന്ന, അമേരിക്ക കഴിഞ്ഞാൽ റഷ്യക്ക് മുകളിൽ നിൽക്കുന്ന ആംസ് എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യമായിട്ട് ഫ്രാൻസ് മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് റഷ്യ യുക്രൈൻ യുദ്ധത്തിന് ശേഷം, അല്ലെങ്കിൽ യുദ്ധം തുടങ്ങിയ ശേഷം, റഷ്യക്ക് അവർക്ക്
നേരത്തെ ഉണ്ടായിരുന്ന ഒരു സെക്കൻഡ് സ്പോട്ട് ഇപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ ആ ആയുധങ്ങൾ കൂടുതലും എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അത് ഫ്രാൻസ് ഒക്കുപ്പൈ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ആ രണ്ടാമത്തെ പൊസിഷൻ മുതൽ. അതുപോലെ തന്നെ ഇന്ത്യയും അർമേനിയയുടെ സെക്കൻഡ് ലാർജസ്റ്റ് ആം സപ്ലർ ആണ്. ഫ്രാൻസ് ഒന്നാമെന്നാണ് പറയുന്നത്. എന്നാൽ തന്നെയും ഇന്ത്യ വൻതോതിലുള്ള ആയുധങ്ങൾ അർമേനിയക്ക് നൽകുന്നുണ്ട്. അപ്പോൾ ഫ്രാൻസും ഇന്ത്യയുമാണ് അർമേനിയക്ക് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ നൽകുന്ന രണ്ട് രാജ്യമായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇന്ത്യയും അർമേനിയയും തമ്മിൽ ഈ പറഞ്ഞ ഒരു മേഖലയിൽ വർദ്ധിച്ചു വരുന്ന സഹകരണം നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഇന്ത്യക്ക് അത് ആയുധങ്ങൾ വിൽക്കുക എന്നുള്ളതിനപ്പുറം തന്നെ നമുക്ക് അതിൻ്റെ ഓവർ ആൻഡ് അബവ് അതിനൊരു തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു കാരണം കൂടെ. നമ്മൾ വെറുതെ ആയുധം നമ്മുടെ രാജ്യത്തുനിന്നൊരു രാജ്യം നമ്മളിൽ നിന്നൊരു രാജ്യം ആയുധം വാങ്ങിക്കുന്നു എന്നുള്ളതുകൊണ്ട് മാത്രം നമുക്ക് ആംസ് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. ഇപ്പൊ എല്ലാ രാജ്യങ്ങളും അവർ ഈ ആംസ് അല്ലെങ്കിൽ ആയുധങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവരുടെ തന്ത്രപ്രധാനമായിട്ടുള്ള ലക്ഷ്യങ്ങളൂടെ കണക്കെടുത്താണ് അവർക്ക് തീർച്ചയായിട്ടും ആയുധങ്ങൾ നൽകുന്നത്. ഇപ്പൊ അമേരിക്ക ഇന്ത്യക്ക് വെപ്പൺസ് സപ്ലൈ ചെയ്യുന്നു. അപ്പൊ ഇന്ത്യക്ക് വെപ്പൺസ് സപ്ലൈ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അമേരിക്കയുടെ ചില റീജിയണലായിട്ടുള്ള ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ അമേരിക്കയുടെ ചില സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഓബ്ജക്റ്റീവ്സ് ലക്ഷ്യങ്ങളിലൂടെ അവർക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും അവർ ആയുധങ്ങൾ നമുക്ക് തരുന്നത്. ഇന്ത്യക്കായാലും പാകിസ്ഥാനായാലും അല്ലെങ്കിൽ തായ്വാൻ അല്ലെങ്കിൽ ജപ്പാൻ ഇതുപോലുള്ള ഏത് രാജ്യങ്ങൾക്ക് അമേരിക്ക ആയുധം കൊടുക്കുമ്പോൾ അതുപോലെ റഷ്യ ഇന്ത്യക്ക് ആയുധങ്ങൾ തരുന്നു. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബാലൻസ് ഓഫ് പവർ ശരിക്കും അത് നിലനിർത്തുക എന്നുള്ളത് റഷ്യയുടെയും കൂടെ ഏറ്റവും വലിയൊരു ലക്ഷ്യമാണ്. അല്ലെങ്കിൽ റഷ്യക്ക് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് റഷ്യ നമുക്കറിയാം ട്രഡീഷണൽ ആയിട്ട് നമ്മുടെ ഒരു പാർട്ട്ണറാണ്. അതുകൊണ്ട് റഷ്യ നമുക്ക് ഏത് രീതിയിലുള്ള സൈനിക സഹായങ്ങളും നൽകുവാനും എന്നുവെച്ചാൽ ആയുധങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് നമ്മൾ അടുത്ത സമയത്ത് ഇന്ത്യയും റഷ്യയും തമ്മിൽ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സഹകരണത്തിൽ അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു എന്താ ട്രീറ്റിൽ നമ്മൾ ഒപ്പിട്ടിട്ടുണ്ടായിരുന്നു. ലോജിസ്റ്റിക്സ് നമുക്ക് പരസ്പരം അങ്ങോട്ട് ഷെയർ ചെയ്യാനും നമ്മുടെ ട്രൂപ്സിനെ ഇരു രാജ്യങ്ങളിലേക്കും നമുക്ക് ഡിപ്ലോയ് ചെയ്യാനും ഒക്കെ തന്നെ അതും 10,000-3000 ട്രൂപ്സിനെ നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്ലോയ് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു കരാറിലേക്ക് ഇരു രാജ്യങ്ങളും ഏർപ്പെടുകയും അത് ഇപ്പോൾ നിലവിൽ വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഓരോ രാജ്യവും അവർ മറ്റൊരു രാജ്യത്തിന് ആയുധങ്ങൾ കൊടുക്കുക എന്ന് പറയുമ്പോൾ അവരുടെ പിന്നെ ഏത് രാജ്യമാണോ ആയുധം മേടിക്കുന്നത് ആ രാജ്യത്തിന്റെ റീജിയനുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും സ്ട്രാറ്റജിക് ആയിട്ടുള്ള അവരുടെ ലക്ഷ്യങ്ങളെ കണക്കിലെടുത്തായിരിക്കും രാജ്യങ്ങൾ ഇപ്പോൾ ആയുധങ്ങൾ കൊടുക്കുന്നത്. അപ്പൊ ഇന്ത്യ ഇവിടെ തന്നെ തീർച്ചയായിട്ടും അർമേനിയക്ക് എന്തുകൊണ്ട് ആയുധം കൊടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അർമേനിയയുടെ റൈവലായിട്ടുള്ള ശത്രു ആയിട്ടുള്ള അസർബൈജാന് പാകിസ്ഥാനും ടർക്കിയും എന്നുവെച്ചാൽ നമുക്കെതിരെ നിൽക്കുന്ന പാകിസ്ഥാനും ടർക്കിയും ഒക്കെ തന്നെ ഈ അസർബൈജാനെ അകമഴിഞ്ഞ് സഹായിക്കുന്നു എന്നുള്ള. പക്ഷേ ഇസ്രയേലും അസർബൈജാനോടൊപ്പമാണ് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. അവിടെ ഇന്ത്യയും ഇസ്രയേലും തമ്മിലൊരു വ്യത്യാസമുണ്ട്. കാരണം രണ്ട് രാജ്യങ്ങളും ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന രണ്ട് രാജ്യങ്ങൾക്കാണ് ആയുധങ്ങൾ കൊടുക്കുന്നത്. പക്ഷേ അത് ഇന്ത്യയും ഇസ്രയേലും തമ്മിൽ ഒരു രീതിയിലുള്ള കോൺഫ്ലിക്റ്റിനും ഇതിനെ വഴി തെളിച്ചിട്ടില്ല എന്നുള്ളതും ഒരു വസ്തുത തന്നെയാണ്. അപ്പൊ ഈ പറഞ്ഞൊരു ഈ ചേഞ്ച് എന്ന് വെച്ചാൽ അർമേനിയയുടെ ഭാഗത്തു നിന്ന് റഷ്യയെ 90% അല്ലെങ്കിൽ അതിന് മുകളിലോ ആശ്രയിച്ചുകൊണ്ടിരുന്ന ഒരു രാജ്യം ഇപ്പോൾ തീർച്ചയായിട്ടും 10% താഴെ മാത്രം ആയുധങ്ങൾ വാങ്ങിക്കുന്ന രാജ്യമായി മാറി. അങ്ങനെയുള്ള റിലേഷൻ ഇപ്പോൾ റഷ്യയും അർമേനിയയും തമ്മിൽ ആ ഒരു തലത്തിലേക്ക് അത് കൂപ്പുകുത്തുകയാണ്. അതിന് പല കാരണങ്ങൾ പലതാണ്. കാരണം അർമേനിയ പറയുന്ന റഷ്യ ഈ അർമേനിയ അസർബൈജാൻ തമ്മിലുള്ള യുദ്ധത്തിലൊക്കെ തന്നെ പ്രശ്നങ്ങളൊക്കെ തന്നെ റഷ്യ കാര്യമായിട്ട് സഹായിച്ചില്ല. അതുപോലെ തന്നെ റഷ്യയുടെ ആയുധങ്ങൾ ഫലപ്രദമല്ലായിരുന്നു എന്നൊക്കെയാണ് അർമേനിയ പറയുന്ന ഒരു കാരണം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ അർമേനിയ തീർച്ചയായിട്ടും ഈ അവരുടെ ഈ യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് തന്നെ ട്രാൻസ് അറ്റ്ലാന്റിക് ഡിഫൻസ് സ്ട്രക്ചർ ഈ ട്രാൻസ് അറ്റ്ലാന്റിക് തന്നെ അമേരിക്ക ഉൾപ്പെടെ രാജ്യങ്ങളുമായിട്ടുള്ള ഈ റഷ്യയിൽ നിന്നുള്ള അവരുടെ ഒരു ആശ്രയം കുറച്ചുണ്ട് ഈ പറഞ്ഞ ഈ ഒരു യൂറോപ്പിലേക്ക് അല്ലെങ്കിൽ യൂറോപ്പ് ഫ്രാൻസ് മുതലുള്ള രാജ്യങ്ങളുമായിട്ട് അതുപോലെ തന്നെ അമേരിക്ക ട്രാൻസ് അറ്റ്ലാന്റിക് രാജ്യങ്ങളുമായിട്ട് ബ്രിട്ടൻ അല്ലെങ്കിൽ അമേരിക്ക ഇതുപോലുള്ള രാജ്യങ്ങളുമായിട്ട് കൂടുതൽ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക എന്നുള്ളൊരു രീതിയിലേക്ക് ഇപ്പം അർമേനിയ വന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ മെയ് 4-ാം തീയതി 6-ാം തീയതിയും ഈ പറഞ്ഞ അർമേനിയ യൂറോപ്യൻ പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന അവരുടെ ഒരു ഉച്ചകോടി അവിടെ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് യൂറോപ്യൻ നേഷൻസും അർമേനിയയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ വേണ്ടി ഉള്ള ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ടായിരുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും റഷ്യയിൽ നിന്ന് അവരിപ്പോൾ മാറി യൂറോപ്പിനെ ഉറ്റുനോക്കുകയും യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ അവർ അതിനുള്ളൊരു ഇനിഷ്യേറ്റീവിലാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഈ പറഞ്ഞ വർദ്ധിച്ചു വരുന്ന നമ്മളുടെ സൈനിക പ്രതിരോധ ഒരു ഈ ഇടപെടൽ അർമേനിയയിൽ അതും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് അതിൻ്റെ ജിയോ പൊളിറ്റിക്കൽ കാരണം നമ്മൾ പറഞ്ഞു. കാരണം അപ്പുറത്ത് അസർബൈജാനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പാകിസ്ഥാനും ടർക്കിയും ഒക്കെ തന്നെ ഉള്ളത് കൊണ്ടും
അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഇതിനെ കാണാൻ സാധിക്കും. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള വളരെ അത്യാധുനികമായിട്ടുള്ള ആയുധങ്ങളൊക്കെ തന്നെ അർമീനിയ വാങ്ങിക്കുന്നുണ്ട്. അതായത് പിനാക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ, അതുപോലെ തന്നെ ആകാശ് 1S സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം, ATAGS-155mm ഹവിറ്റ്സർ, സ്വാതി വെപ്പൺ കോട്ടിംഗ് ലൊക്കേറ്റിംഗ് റഡാർസ്, അതുപോലെ തന്നെ MARG ട്രക്ക് മൗണ്ടഡ് ആർട്ടിലറി സിസ്റ്റംസ്. ഇതൊക്കെ വെപ്പൺസ് ആണ്. ഇതിനെക്കുറിച്ച് ടെക്നോളജിക്കൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയത്തില്ല, ഐ എം സോറി. അപ്പം ഇങ്ങനെയുള്ള വെപ്പൺസ് ഒക്കെ തന്നെ അർമീനിയ നമ്മളിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ഈ ആകാശ് NG സിസ്റ്റംസ്, അസ്ത്ര MK2 എയർ ടു എയർ മിസൈല്, ഇതൊക്കെ തന്നെ അഡീഷണൽ ആയിട്ട് വാങ്ങിക്കാൻ അവർ താല്പര്യപ്പെടുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള സംഭാഷണങ്ങളൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അർമീനിയയുടെ സുഖോയ് 30 ഫ്ലീറ്റ്, അത് നേരത്തെ റഷ്യയിൽ നിന്ന് മേടിച്ചിട്ടുള്ളത്, ആ സുഖോയ് 30 ഫ്ലീറ്റിനെ അപ്ഗ്രേഡ് ചെയ്ത് നമ്മളുടെ ഇന്ത്യയുടെ കൈവശമുള്ള സുഖോയ് 30 MKI സ്റ്റാൻഡേർഡിലേക്ക് ഉയർത്താൻ, അപ്പം അങ്ങനെയുള്ളൊരു ധാരണ ഈ ഇരു രാജ്യങ്ങളും തമ്മിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള നെഗോസിയേഷൻസ്, സംഭാഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ കൂടുതൽ എന്താണ് പറയുന്നത്, നമ്മുടെ ഒരു ഫുട് പ്രിന്റ് അർമേനിയ എന്ന് പറയുന്ന രാജ്യത്തിൽ അവരുടെ ഡിഫൻസ് മേഖലയിലേക്ക് നമുക്ക് കൂടുതൽ ശക്തമായിട്ടുള്ള കാൽവയ്പ് നടത്താൻ കഴിയുന്ന തരത്തിലുള്ളൊരു ഡെവലപ്മെന്റ് ആയിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് ഏകദേശം നമ്മുടെ ഈ സുഖോയ് സുഖോയ് നമ്മൾ പറഞ്ഞ Su-30 MKI ഫൈറ്റർ ജെറ്റ്സിന്റെ ഈ അക്വിസിഷൻ, അതിനുവേണ്ടിയുള്ള ഒരു ടോക്ക് അല്ലെങ്കിൽ നെഗോസിയേഷൻ ഫൈനലൈസ് ചെയ്യുന്നുണ്ട്. ഏകദേശം 2.5 മുതൽ $3 ബില്യൺ വരെ ഒരു വർത്തുള്ളൊരു എഗ്രിമെന്റ് ആയിരിക്കും എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ, ഈ ഫൈറ്റർ ജെറ്റിന്റെ ഈ പറഞ്ഞ ഡീല് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇരു രാജ്യങ്ങളും തമ്മിൽ ഉള്ള ഈ പറഞ്ഞ ഡിഫൻസ് ഡീലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ല് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും വലിയൊരു ഡിഫൻസ് ഡീൽ തന്നെ ആയിരിക്കും ഇതെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യയും അർമേനിയയും തമ്മിലുള്ള ബന്ധം വളരെ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് പ്രതിരോധ സൈനിക മേഖലയിൽ. കാരണം അർമേനിയക്ക് അത്യാധുനികമായിട്ടുള്ള ആയുധങ്ങൾ, അസർബൈജാനെതിരെ ഇപ്പം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വിഷയങ്ങൾ പോലെയാണ്, ഏത് സമയം യുദ്ധം ഉണ്ടാകാനുള്ള സാധ്യത. അസർബൈജാനെ വളരെ പവർഫുൾ ആയിട്ടുള്ള പാകിസ്ഥാൻ, ടർക്കി, ഇസ്രായേൽ, ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാം തന്നെ ആം ചെയ്യുന്നുണ്ട്, ആയുധവൽക്കരിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അർമേനിയക്കും സഹായം ലഭിച്ചില്ല വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഫ്രാൻസും പിന്നെ ഇന്ത്യയും പോലുള്ള രാജ്യങ്ങൾ മറുഭാഗത്ത് പ്രധാനമായിട്ടും ഏറ്റവും ടോപ്പ് ലിസ്റ്റിൽ അർമേനിയ സഹായിക്കുന്ന രാജ്യങ്ങളായിട്ട് ഇപ്പോൾ മാറിക്കഴിഞ്ഞു. അതുപോലെ തന്നെ ഇന്ത്യയിൽ നിർമ്മിച്ച ഈ പല ആർട്ടിലറി, എയർ ഡിഫൻസ്, കൗണ്ടർ ബാറ്ററി, ഇതെല്ലാം തന്നെ ഇപ്പൊ അർമേനിയയുടെ ഒരു എന്താണ് പറയുന്നത്, അവരുടെ സേനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോറായിട്ട് മാറിയിട്ടുണ്ട്. 2022 മുതൽ ഈ രാജ്യം ഏകദേശം $2 ബില്യൺ ഡിഫൻസ് എക്യുപ്മെന്റ് ഇന്ത്യയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏകദേശം $720 മില്യൺ ഒരു മേജർ ഓർഡറും, അതുപോലെ തന്നെ ഈ പറഞ്ഞ 15 സിസ്റ്റംസ്, വെപ്പൺ സിസ്റ്റംസിന്റെ അതിന്റെ ഡെലിവറി ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വൻതോതിലുള്ള ഡിഫൻസ് പ്രൊക്യൂർമെന്റ് അർമേനിയ ഇന്ത്യയിൽ നിന്നും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് ഇന്ത്യയുടെ ഡിഫൻസ് എക്സ്പോർട്ടിനെ തന്നെ നമുക്ക് തീർച്ചയായിട്ടും കൂട്ടുവാൻ സാധിക്കുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട് നമുക്ക്. അതുപോലെ തന്നെ നമ്മളുടെ ഇന്ത്യൻ നിർമ്മിത പ്രളയ സർഫസ് ടു സർഫസ് മിസൈൽ സിസ്റ്റവും അർമേനിയ വാങ്ങിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഇതെല്ലാം കാരണം റഷ്യക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഡോമിനൻസ് ആണ് അർമേനിയൻ ആംസ് മാർക്കറ്റിൽ, അല്ലെങ്കിൽ അർമേനിയയുടെ ഈ പറഞ്ഞ ഡിഫൻസ് മിലിറ്ററി സെക്ടറിൽ റഷ്യ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന വെപ്പൺസ് വൻതോതിൽ കുറഞ്ഞതുകൊണ്ട് ആ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ആ ഒരു വാക്വം നമുക്ക് ഫില്ല് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കും. സൗത്ത് കോക്കസസിൽ റഷ്യയുടെ ഏറ്റവും അടുത്ത പാർട്ണറായിരുന്നു അർമേനിയ ഒരിക്കലും. ഏകദേശം ഒരു 10 കൊല്ലം മുമ്പ് വരെ, ഒരു ദശാബ്ദക്കാലത്തിന് മുമ്പ് വരെ റഷ്യയുടെ മിലിറ്ററി പ്രസൻസ് എന്ന് വെച്ചാൽ അവരുടെ സേനയുടെ സാന്നിധ്യം വരെ ഈ രാജ്യത്തുണ്ടായിരുന്നു. മോസ്കോയ്ക്ക് ഈ പറഞ്ഞ സൗത്ത് കോക്കസുമായിട്ടുള്ള ഒരു ലിങ്കായിട്ട് ഈ പറഞ്ഞ അർമേനിയയുമായിട്ടുള്ള ബന്ധം വളരെ പ്രയോജനകരമായിരുന്നു. പക്ഷേ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ട്രസ്റ്റ് നഷ്ടപ്പെട്ടതോടുകൂടി ഈ ബന്ധവും വഷളാകാൻ തുടങ്ങി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കും. അസർബൈജാനായിട്ടുള്ള നിരന്തരമുള്ള ഈ കോൺഫ്ലിക്റ്റിന്റെ
പശ്ചാത്തലത്തിൽ. കാരണം റഷ്യയെ വൻതോതിൽ അർമീനിയ ആയുധത്തിന് വേണ്ടി ആശ്രയിച്ചുകൊണ്ടിരിക്കുകയെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ അർമേനിയ അതോടുകൂടി റഷ്യയെ ആശ്രയിക്കുന്ന പരിപാടി നിർത്തി. കാരണം ഏകദേശം ഈ 6 മുതൽ 7 വർഷം വരെ ഉള്ള കാലഘട്ടത്തിൽ 2 യുദ്ധത്തിലും അർമീനിയക്ക് അസർബൈജാനോട് തോൽക്കേണ്ടി വന്നു. അപ്പോൾ അതെല്ലാം തന്നെ അർമീനിയ പറയുന്നത് റഷ്യയുടെ വെപ്പൺസ് വളരെ മോശമായിരുന്നു. അതുകൊണ്ടാണ് അർമീനിയക്ക് അസർബൈജാനോട് ആ യുദ്ധത്തിൽ പരാജയപ്പെടേണ്ടി വന്നതോ അല്ലെങ്കിൽ അവർക്കെതിരെ ഒരു മേൽക്കൈ ലഭിക്കാൻ കഴിയാതെ വന്നതാണ് അർമീനിയ കംപ്ലൈന്റ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും അതിനുശേഷം അവർ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് റഷ്യയെ ആശ്രയിക്കുകയും റഷ്യയുടെ വെപ്പൺസിനെ ആശ്രയിക്കുകയും ചെയ്യുന്ന പരിപാടി നിർത്തി നിർത്തി കൊണ്ടുവന്ന് ഇപ്പോൾ വളരെ നാമമാത്രമായിട്ടുള്ള 10% താഴെയാണെന്നാണ് പറയുന്നത്. അത് വളരെ പിന്നെ അത്രയ്ക്ക് എന്താ പറയുന്നത് ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ഏതെങ്കിലും തരത്തിലുള്ള വെപ്പൺ സിസ്റ്റംസോ അല്ലെങ്കിൽ വളരെ എന്താണ് പറയുന്നത് പ്രധാനപ്പെട്ട അല്ലാത്ത ചില ആയുധ സംവിധാനങ്ങളോ വല്ലതും ഒക്കെ ആയിരിക്കും അവർ മേടിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വെപ്പൺ സിസ്റ്റംസ് അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് ഒക്കെ തന്നെ ഇന്ത്യയിൽ നിന്നും ഫ്രാൻസിൽ നിന്നുമാണ് ഇപ്പോൾ അവർ മേടിക്കുന്നത്. എന്നും പറഞ്ഞ് അർമേനിയ പൂർണ്ണമായിട്ടും ആ റഷ്യയിൽ നിന്ന് മേടിക്കുന്ന ആയുധങ്ങൾ അവർ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ടാവും. അതാണ് നമ്മൾ സുഖോയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അതിനെ അപ്ഗ്രേഡ് ചെയ്യാൻ ഇപ്പോൾ ഇന്ത്യ അർമേനിയയും തമ്മിൽ അതിനുള്ള നെഗോസിയേഷൻസ് അല്ലെങ്കിൽ സംഭാഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം റഷ്യയുടെ ഈ പറഞ്ഞൊരു റോള് വളരെ ഗണ്യമായ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയും ഫ്രാൻസും ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഈ പറഞ്ഞ ഒരു രംഗത്ത് ഈ പറഞ്ഞ രാജ്യങ്ങൾ അർമേനിയയുമായിട്ടുള്ള പിന്നെ ഡിഫൻസ് കോപ്പറേഷൻ അല്ലെങ്കിൽ സൈനിക സഹകരണം വർദ്ധിപ്പിക്കുകയും പെട്ടെന്ന് നമുക്ക് അർമേനിയക്ക് ആവശ്യമുള്ള ആയുധങ്ങൾ നമുക്ക് ഡെലിവർ ചെയ്യാനും സാധിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അർമേനിയയുടെ കാര്യം നമ്മൾ പറഞ്ഞു. ഇപ്പോൾ അത് യൂറോപ്പിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ അറ്റൻഷൻ അല്ലെങ്കിൽ ശ്രദ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം റഷ്യ എന്ന് പറയുന്ന രാജ്യമായിട്ടുള്ള അല്ലെങ്കിൽ റഷ്യക്ക് ഇനിയും അർമേനിയയുടെ മുകളിൽ സാധനം ലഭിക്കുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. അപ്പോൾ അവർക്ക് യൂറോപ്പിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഫ്രാൻസ് മുതലായിട്ടുള്ള രാജ്യങ്ങൾ തീർച്ചയായിട്ടും അർമേനിയക്ക് ഇപ്പോൾ ആയുധം കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട രാജ്യമായിട്ട് മാറിയിരിക്കുന്നത്. യൂറോപ്യൻ യൂണിയനിൽ ഒരു മെമ്പർ അല്ല, പക്ഷേ തീർച്ചയായിട്ടും ആ മെമ്പർഷിപ്പിന് വേണ്ടി ഉള്ള ഒരു ഡിസ്റ്റന്റ് ആയിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഫ്രാൻസ് പിന്നെ അർമേനിയയോട് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് പറഞ്ഞാൽ റഷ്യയുടെ ഏകദേശം 5000 ട്രൂപ്സ് അർമേനിയയിലുണ്ട്. അപ്പോൾ ആ റഷ്യൻ ട്രൂപ്സിനെ പിൻവലിക്കാൻ റഷ്യയെ നിർബന്ധിക്കുക അല്ലെങ്കിൽ റഷ്യയോട് പറയുക എന്നൊക്കെ പറഞ്ഞ് ഫ്രാൻസ് ഇപ്പോൾ മുമ്പോട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പറഞ്ഞ മേഖലയിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ രാജ്യത്ത് വളരെ ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള നമ്മൾ വളരെ ശ്രദ്ധിക്കപ്പെടാത്ത മേഖലകളാണെങ്കിൽ തന്നെയും വളരെ ഹോട്ടായിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് അവിടെ ഇന്ത്യയുടെയും പ്രസൻസ് ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഇന്ത്യ റഷ്യയും തമ്മിലുള്ള ബന്ധം വളരെ ശക്തമാണ്. ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം വളരെ ശക്തമാണ്. അപ്പോൾ ഈ അർമേനിയ എന്ന് പറഞ്ഞ രാജ്യങ്ങൾ ഈ പറഞ്ഞ 2 രാജ്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് അല്ലെങ്കിൽ എതിരെ നിൽക്കുന്ന ഒരു രാജ്യമായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അങ്ങനെയുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ ഇന്ത്യ ഈ പറഞ്ഞ രാജ്യമായിട്ട് വളരെ ശക്തമായിട്ടുള്ളൊരു പിന്നെ ബന്ധം വ്യാപിപ്പിക്കുകയും അത് വളർത്തിയെടുത്തുകൊണ്ട് വരികയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇനി ഭാവിയിൽ ഒരുപക്ഷെ യൂറോപ്യൻ യൂണിയനുള്ള രാജ്യങ്ങളൊക്കെ തന്നെ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ തന്നെ അർമേനിയയുടെ സെക്യൂരിറ്റി സ്ട്രക്ചറിലൊക്കെ ഒരുപക്ഷെ കാര്യമായിട്ടുള്ള പങ്ക് വഹിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഫ്രാൻസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഫ്രാൻസിൽ കൂടെ ഒരുപക്ഷെ യൂറോപ്യൻ യൂണിയൻ മറ്റു രാജ്യങ്ങളൊക്കെ തന്നെ അർമേനിയയുടെ സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരുന്ന ഒരു കാഴ്ച നമുക്ക് ഒരുപക്ഷെ ഭാവിയിൽ കാണുവാൻ സാധിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഒരു ജിയോ പൊളിറ്റിക്കൽ ഷിഫ്റ്റ് അല്ലെങ്കിൽ മാറ്റം വളരെ ശ്രദ്ധേയമാണ്. അതുകൊണ്ടാണ് ഇന്ത്യക്ക് തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഡിഫൻസ് എക്സ്പോർട്ടിനകത്ത് തന്നെ കൂടുതൽ മെച്ചപ്പെട്ട ഒരു എന്താണ് പറയുന്നത് നേട്ടം കൈവരിക്കാൻ നമുക്ക് സാധിച്ചത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് ഈ പറഞ്ഞ അർമേനിയ ഇന്ത്യയും ഫ്രാൻസുമായിട്ടുള്ള ബന്ധങ്ങൾ കൂടുതൽ വ്യാപിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയും ഫ്രാൻസും അർമേനിയക്ക് ഇപ്പോൾ ആയുധങ്ങൾ കൊടുക്കുന്ന പ്രധാനപ്പെട്ട 2 രാജ്യങ്ങളായിട്ട് മാറിയിരിക്കുകയാണ്. റഷ്യയെ അർമേനിയ പൂർണ്ണമായിട്ടും കൈയൊഴിഞ്ഞു, അല്ലെങ്കിൽ റഷ്യയിൽ നിന്നും പൂർണ്ണമായിട്ടും അർമേനിയ ഡിറ്റാച്ച് ചെയ്യപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളൊരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അത് അവരുടെ ആയുധങ്ങൾ അസർബൈജാനെതിരെയുള്ള യുദ്ധത്തിൽ റഷ്യ കൊടുത്ത ആയുധങ്ങൾ ഫലപ്രദമല്ലായിരുന്നു എന്നുള്ള ഒരു കംപ്ലൈൻ്റ് ആണ്. അതുകൊണ്ട് റഷ്യയുമായിട്ടുള്ള ഒരു ബന്ധത്തിലുള്ള ട്രസ്റ്റ് അർമേനിയക്ക് നഷ്ടപ്പെടുകയും അങ്ങനെ അർമേനിയ റഷ്യയുടെ ആ ഒരു സ്വാധീന വലയത്തിൽ നിന്നും പുറമോട്ട് മാറുകയും അതിന് പകരം ഇന്ത്യയും ഫ്രാൻസുമായിട്ടുള്ള പ്രധാനപ്പെട്ട വളരെ അത്യാധുനികമായിട്ടുള്ള ആയുധങ്ങൾ നിർമ്മിച്ച് പിന്നെ ലോക കമ്പോളത്തിൽ മറ്റു രാജ്യങ്ങൾക്ക് വിൽക്കുന്ന 2 രാജ്യങ്ങളായിട്ടുള്ള ഇന്ത്യയും ഫ്രാൻസിനെ അവർ വളരെ ശ്രദ്ധാപൂർവം ആശ്രയിക്കുകയും അങ്ങനെ ആ ഒരു ജിയോ പൊളിറ്റിക്കൽ ഷിഫ്റ്റ് അവിടെ നമുക്ക്
മാറ്റത്തിന് വിധേയമാകുന്നത് കാണുവാനാണ് സാധിക്കുന്നത്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെടുത്തി ഷെയർ ചെയ്യാനുള്ള ചില ഇൻഫർമേഷൻ. മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ എല്ലാവർക്കും നന്ദി, നമസ്കാരം.